ഇന്നത്തെ പ്രോഗ്രാം നമ്മളൊരു വണ്ടിയുണ്ട്, അത് റെഡ്സ് ഉണ്ട്. റെഡ്സ് 2012 മോഡലാണ്. അത് നമ്മൾ പഴയത് വാങ്ങിയാണ്, 5 വർഷം പഴക്കല വാങ്ങി. അതുപോലെ കുറച്ച് മെയിൻ്റെനൻസ് വർക്കുകളുണ്ട്, അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി കൊണ്ടുപോകണം. മെയിൻ്റെനൻസ് അല്ല, അത് നമ്മൾ വണ്ടി മാറ്റാൻ ശ്രമിച്ചു. ഇപ്പോൾ നമ്മൾ ഫിനാൻസിലും ചെക്ക് ചെയ്ത് വണ്ടിക്ക് ആരും തരാറില്ല. 2012 ഇപ്പോൾ ഒരു 13 വർഷം ഓടിയ വണ്ടിയാണെങ്കിൽ പോലും എന്ത് ചെയ്യുക, വണ്ടി പെർഫെക്റ്റാണ്, എഞ്ചിനൊക്കെ പെർഫെക്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് അതിന് കംപ്ലൈൻറ്റൊക്കെ ഒന്ന് തീർത്തിട്ട് ഒന്ന് കുട്ടപ്പനാക്കി എടുക്കാറുണ്ട്, ഒന്ന് അതിൻ്റെ ലൈറ്റൊക്കെ ഒന്ന് മാറ്റാണ്ട്. അതാണ് ഇപ്പം ഇന്നത്തെ പ്ലാൻ ചെയ്യുന്നത്. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല കണ്ടീഷൻ വണ്ടിയാണ്, എഞ്ചിനൊക്കെ ഓക്കെയാണ്. കളർ വേരിയേഷൻസൊക്കെ ഉണ്ട്. അത് 13 വർഷം പഴക്കമുള്ള വണ്ടിയാണെങ്കിലും ഇപ്പം എൻ്റെ കയ്യിലെത്തിയിട്ട് ഇപ്പോൾ 7 വർഷമായിട്ടുള്ളത്. കുറച്ച് വർക്കുകൾ തീർക്കുന്നുണ്ട്, വണ്ടീൻ്റെ പാർട്സിൽ ചെറിയ വേരിയേഷൻസ് ചെയ്യുന്നുണ്ട്, ഒരു കളർ വേരിയേഷൻസ് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് സൈഡിൻ്റെ ബോഡിയിൽ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ വരുന്നത്, അതൊക്കെ ഒന്നൊന്ന് ഉഷാറാക്കി എടുക്കാണ്ട്. പിന്നെ ഉള്ളത് വണ്ടീൻ്റെ ആകൊക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല. ചളി കുറച്ചുണ്ട്, പിന്നെ ഒരാഴ്ച ഓട്ടാക്കിയുടെ വണ്ടിയായിരുന്നല്ലോ. വണ്ടീൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പുതിയ വണ്ടി വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അത് പിന്നെ ഫിനാൻസ് ചെയ്തൊക്കെ തീരുമാനിച്ചു, ഇതന്നെ ഒന്ന് ചെയ്യുക, ഒരു കുറച്ചേരം കൂടി ഓട്ടം. വെറുതെ ഫണ്ട് കൊണ്ടുപോയിട്ട് നശിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാണാൻ വേണ്ടി നമ്മൾ കൂടുതൽ കാശ് മുടക്കിയിട്ട് പ്രത്യേകിച്ചൊരു കാര്യമൊന്നും ഇപ്പോൾ അതിനില്ല. അപ്പോൾ ഇതിൽ ഒന്ന് മാറ്റമല്ല, ഇതായി ഫ്രണ്ടാണ്. ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്, അതൊരു മഞ്ഞപ്പുണ്ട്, നമ്മുടെ പഴക്കം കൊണ്ടാണ്. ആ ഗ്ലാസ് ഫ്രണ്ടിൻ്റെ ലൈറ്റിന് ഗ്ലാസ് ഫുള്ളായിട്ടൊന്ന് മാറ്റണം. പിന്നെ ഫ്രണ്ടിൻ്റെ ഈ ബമ്പറിൻ്റെ ഭാഗം കുറച്ച് പൊട്ടിയിട്ടുണ്ട്, അത് ബമ്പർ മുഴുവൻ മാറ്റുക, ബമ്പറിൻ്റെ ഫുൾ ഫ്രെയിമിന് മാറ്റുക. പിന്നെ ചെയ്യേണ്ട ഈ ഗ്ലാസ് ഒന്ന് മാറ്റണം. പിന്നെ ഈ ഡോറിൻ്റെ ഈ ഭാഗത്ത് കുറച്ച് സ്ക്രാച്ച് ഇട്ട് സാധാ വരുന്നതാണ്. ഇപ്പോൾ 12-13 വർഷമായ വണ്ടിയല്ലേ, സാധാ വരുന്ന കംപ്ലൈൻറ്റുകളാണ് ഇതൊക്കെ. പിന്നെ ഈ ഭാഗത്തൊക്കെ വളരെ ഓക്കെ. പിന്നെ ഈ ഹാൻഡിലൊക്കെ എന്താണ് ഇങ്ങനെ പറഞ്ഞു പോരുന്നില്ല, അപ്പോൾ അതിനും കൂടി നല്ലൊരു എന്ത് ചെയ്യുക, കവറിങ് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റിക്കർ വർക്ക് ചെയ്തിരുന്നു, കുറച്ച് സ്റ്റിക്കർ വർക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ സ്റ്റിക്കർ വർക്കൊക്കെ നന്നാക്കണം. അങ്ങനെയൊക്കെ എന്ത് പ്ലാൻ ചെയ്യുന്നത്. വണ്ടി ഞാൻ പറയുന്നത് സെക്കൻഡ് ഓണർ ആണെങ്കിലും ഇപ്പോൾ 7 കൊല്ലം നല്ല രീതിയിൽ വൈഫ് ഉപയോഗിച്ച വണ്ടിയാണേ. വൈഫ് കൂടുതൽ ഓട്ടമൊന്നുമില്ല, ഒരു ദിവസം 20-40 കിലോമീറ്റർ ഓടും രീതിയിൽ ഓടിയ വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം കാണിച്ചു, കുഴപ്പമൊന്നുമില്ല. 2000 എവിടെയൊക്കെ ഉണ്ടാകുന്ന സ്ക്രാച്ച് ഇതൊക്കെ സർവ്വസാധാരണമാണ്, കാരണം വണ്ടി ഓടിയ വണ്ടികളല്ലേ. കൈയിൻ്റെ പരിക്കുകളാണ് ഈ കാണുന്നത്. പിന്നെ ഇത് ഇൻറ്റീരിയർ ബാക്ക് സീറ്റൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നു, നല്ല കണ്ടീഷനാണ്. പിന്നെ ഇവിടെ കുറച്ചൊക്കെ ചളിയുണ്ട്, കണ്ടോ, അതൊക്കെ ഇത് കുറച്ച് എന്ത് ചെയ്യുക, അതിൻ്റെ ആ പേസ്റ്റ് തേച്ചിട്ട് ഗമ്മ് തേച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുള്ളത് കാര്യങ്ങൾ. പിന്നെ ഉള്ളത് മാറ്റി വെക്കാൻ മറ്റുള്ളത് ഈ സൈഡിലാണ് കുറച്ച് ചളികളൊക്കെ, ഇതൊന്ന് ക്ലീൻ ചെയ്താൽ തന്നെ കിട്ടുന്നുള്ളൂ. ക്ലീൻ ചെയ്തൊന്ന് പോളിഷ് ചെയ്താൽ അങ്ങനെ ഇതിന് കളറേ, ഇതൊന്ന് നല്ല രീതിയിലൊന്ന് പോളിഷ് ചെയ്താൽ തന്നെ നല്ല എടുത്ത് കിട്ടും. ബാക്ക് ഭാഗം കുഴപ്പമൊന്നുമില്ല. ബാക്ക് ഭാഗത്തിൽ ഉണ്ട് എന്ത്, ഇതൊന്ന് റീപെയിൻറ്റ് ചെയ്ത്, ഇപ്പം എന്താ പറയുക, മടുകാട് റീപെയിൻറ്റ് ചെയ്തതാണ്. ഇതന്നെ ഒറിജിനൽ ബോഡിയാണ്, കാരണം രണ്ടൊരു കളർ മാറ്റം ഉണ്ടാവും. അതത് പ്യുവർ വൈറ്റ് ആയിരിക്കും, ചെറിയൊരു എന്താ പറയുക, മിൽക്കി വൈറ്റ് ഉണ്ടായിരിക്കും. പിന്നെ ടയർ ബാക്കിൽ ഒരു ടയറുണ്ട്, ഒരു ടയറില്ല. അപ്പോൾ ടയർ എന്ത് ചെയ്യുക, 2 ടയറും മാറ്റും. അപ്പോൾ ഒരു മോശമില്ലാത്തൊരു എമൗണ്ട് കയറ്റിയിട്ട് എന്ത് ചെയ്യുക, ഇനി കുറച്ചാണ്ട് കൂട്ടാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത് എന്ത് ചെയ്യാൻ മാറ്റുകയാണ്. വണ്ടി തകരാറാണ്, വണ്ടി വിൽക്കാൻ നമുക്ക് ഒരു മാനസികമായിട്ട് ഒരു ഇത് തോന്നില്ല. കാരണം അങ്ങനെയാണ്, നമ്മൾ കുറേ കാലം ഉപയോഗിച്ച വണ്ടി എന്ത് ചെയ്യുക, നമ്മളത് വിറ്റ് പോകുമ്പോൾ നമുക്കൊരു പ്രയാസമാണ്. ഇവിടെ ചളിയൊക്കെ ഉണ്ട്, അത് ചളി മാത്രമല്ല, ഇത് അപ്പോൾ എഞ്ചിൻ്റെ കുറച്ച് വേരിയേഷൻസാണ് കണ്ടോ. ഇത് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, പിന്നെ ചെയ്യേണ്ടത് ഈ സീറ്റുകളൊരു ഇൻറ്റീരിയർ വാഷ് ഉണ്ട്, അത് ചെയ്യാം. അകത്തളവ് ഉഷാറിൽ വാഷ് ചെയ്യാം. പിന്നെ മുകളിലും തന്നെ ടോപ്പായിട്ട് എന്ത് ചെയ്യുക, ടോപ്പ് ഇൻറ്റീരിയർ വാഷ് ചെയ്താൽ തന്നെ അത് എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ എന്താ അങ്ങനെ ടോട്ടൽ കുട്ടപ്പനായിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ ശരിയാക്കി എടുക്കാൻ കൊണ്ടുപോകണം. ഓക്കെ, നേരെ വർക്ക്ഷോപ്പ്.